കേരളത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡിൽ ശ്രദ്ധയുള്ള രാഷ്ട്രീയക്കാരനാകാൻ ജനങ്ങൾക്കിടയിൽ പണിയെടുത്തിട്ട് ഒരു കാര്യവുമില്ല. SFIക്കാരനായ ഒരു വ്യക്തിയുടെ ഒരു പ്രതികരണം നാട് ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ജനസേവനമാണ്. ആ ജനസേവനം അത് നമ്മൾ ചത്തുകിടന്ന് പണിയെടുത്താലും കേരളത്തിലെ DYFI SFIക്കാരെ പോലെ പൊതിച്ചോർ വിതരണം ചെയ്തും രക്തദാനം ചെയ്തും അവയവദാനം ചെയ്തും മരണപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് സഹായമായിട്ടെല്ലാം അവർ സമൂഹത്തിന്റെ ഇടയിൽ നിന്നാലും അതിനൊന്നും ഒരു വില കാണില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ചെയ്യാതെ എളുപ്പ പണിയിലൂടെ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ലൈക്ക് കൂടിയ പൊളിറ്റീഷ്യൻ ആകാൻ കഴിയുന്നതിന്റെ ഗുട്ടൻസിനെ കുറിച്ച് നിങ്ങൾ തന്നെ കേട്ടോളൂ. UFIക്കാരായിക്കോട്ടെ SFIക്കാരായിക്കോട്ടെ ഇവര് പണിയെടുക്കുന്നത് പോലെ ഒരാളും പണിയെടുക്കുന്നില്ല. പക്ഷെ എന്താണ് എളുപ്പം? ഒരു ക്യാമറാമാനെയും കൊണ്ട് ഫ്രണ്ട് ഇവനെയും കൊണ്ട് ഫ്രണ്ട് നിർത്തുക, ഒരു നല്ല അടിപൊളി ഒരു പൂക്കളൊക്കെ ഉള്ള ഷർട്ട് ഇടുക, ഒരു ട്രാക്ക് സൂട്ട് അല്ലെങ്കിൽ പുതിയ ലിനന്റെ ഒരു പാന്റ് ഇടുക, നല്ലൊരു അടിപൊളി ബ്രാൻഡഡ് ഷൂ ഇടുക, കയ്യിൽ പുതിയൊരു വാച്ച് കെട്ടുക, പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഒക്കെ വാങ്ങിച്ചു തരാൻ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് സൺസ്ക്രീൻ ഒക്കെ വാങ്ങിപ്പിക്കുക. ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ പൂശി നേരെ വന്ന് ക്യാമറയുടെ റീലിൽ നിന്ന് രണ്ട് നടത്തം പോകുന്ന ഒരാളെയും കെട്ടിപ്പിടിച്ച് കൈയും കൊടുത്ത് കാണുന്ന കുട്ടിയൊക്കെ എടുത്ത് ഒക്കത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ ഇത്രയും മതി. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിശ്വസിപ്പിക്കുന്ന നിലയിൽ ഈ അൽഗോരിതം മാറ്റുന്നുണ്ട്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ കൊറിയെന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത ലൈക്ക് ആണെങ്കിലും ലൈക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇയാൾക്ക് വലിയ ബൂസ്റ്റ് കൊടുക്കുന്ന നിലയിൽ ഈ അൽഗോരിതം അയാൾ പണം കൊടുത്തോ അല്ലാതെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. അതായത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന കോൺഗ്രസിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് നോക്കിയാൽ ഇവർ എവിടങ്ങളിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു നാട്ടിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഏതെങ്കിലും ചരിത്രമുണ്ടോ? പക്ഷെ അവർക്ക് മുന്നിലെല്ലാം ക്യാമറകളുണ്ട്, അവർ ടിപ് ടോപ്പാണ്, ഉടയാത്ത വേഷധാരികളാണ്, സിനിമാ സ്റ്റൈലാണ്. ഇതൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ 1 മണിക്കൂറിനകത്ത് 50K ലൈക്ക് മേടിച്ചാൽ അവർ ജനങ്ങൾക്കിടയിൽ ഒരാളായി പ്രവർത്തിക്കണമെന്നേ ഇല്ല. അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് ഓടിയെത്തേണ്ട കാര്യം പോലുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരെങ്കിലും ഒരു ബോട്ടിൽ രക്തം കൊതുകിനെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പക്ഷേ അവരൊക്കെ സോഷ്യൽ മീഡിയ താരങ്ങളെന്ന രീതിയിൽ പണം മുടക്കി PR പണിയെടുത്ത് താരങ്ങളായി മാറിയില്ലേ? അപ്പോ ജനങ്ങളുടെ ഇടയിൽ ചത്ത് പണിയെടുക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊന്നും ചെയ്യാൻ അവർക്ക് മാനസികമായി കഴിയത്തില്ല. നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കാനും അറിയത്തില്ല. അവരുടെ കണ്ണിൽ പൊടിയിട്ട് ഇത്തരം സ്റ്റാർഡം പദവി അവർ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് അവർ ചിലപ്പോൾ താഴേക്ക് പോകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു വിളിപ്പാടകലെയുള്ളവർ ആരായിരിക്കും? അവരെ സംബന്ധിക്കുന്നിടത്തോളം ജനങ്ങളുടെ ഇടയിൽ ലൈക്ക് ഷെയറും നന്നേ കുറവാണ്. പക്ഷേ അവരുടെ പ്രവർത്തനത്തിന് വേണ്ടത്ര അംഗീകാരം കൊടുക്കുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ടിപ് ടോപ്പ് ബ്രാൻഡഡ് ഉടായ്പകളെ അംഗീകരിക്കുന്ന മനസ്സാണ് കേരളത്തിലെ പുതിയ തലമുറയ്ക്കുള്ളത് എന്ന് വളരെ കൃത്യമായി നിരീക്ഷിച്ച ആ ചെറുപ്പക്കാരനെ അഭിനന്ദിക്കാതെ തരമില്ല. പുതിയ കാലത്തെ കുട്ടികൾ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ പ്രതികരണം.